ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെസണേറ്റ് ആകുന്നതാണ്. ഫസ്റ്റ് പേജ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, death and rebirth. Okay, Seven of Wands, the Moon, Five of Swords, Two of Swords, Ten of Cups. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ്. ഫോർ, സിക്സ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വന്നിരിക്കുന്ന പേജ് ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡൗട്ടായിട്ടും രണ്ട് മനസ്സായിട്ടും ഈ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ, അതിപ്പം പലർക്കും പല കാര്യങ്ങളായിരിക്കാം. ചിലർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിലോ എന്തെങ്കിലും നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിങ്ങളൊരു ഡൗട്ടിൽ നിന്നെങ്കിൽ നിങ്ങൾക്കതിലൊരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി, ആ കാര്യത്തിലൊരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതിപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും നിങ്ങളെ പാർട്ട്ണറോ അങ്ങനെ പാർട്ട്ണർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനായിട്ട്, അതിപ്പോൾ നിങ്ങളുടെ പാഷനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മൈൻഡിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളൊരു ആക്ഷൻ ബേസിൽ കൊണ്ടുവരും. വെറും ഐഡിയ മാത്രം വെച്ചുകൊണ്ട് നിൽക്കാതെ അതിനെ ഒരു ആക്ഷനായിട്ട് എടുക്കൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുവഴി നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബോ എന്തെങ്കിലും റിലേഷൻഷിപ്പിലാണ് കിട്ടിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒരുപാട് വറീഡാണ്. അതിപ്പോൾ ജോലി സ്ഥലത്തായാലും റിലേഷൻഷിപ്പിലായാലും ആ കാര്യം ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് സ്ട്രെസ്സിലാണ്, ഡിപ്രഷനിലാണ്. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ നിങ്ങൾ ഒരുപാട് പല രീതിയിലും ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ബാക്ക് സ്റ്റാബ് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഫൈവ് ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. സോ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ആരോ ഒരു അൺഫെയർ ആയിട്ട് നിങ്ങളെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ഒട്ടും നീതിപൂർവ്വമല്ലാതെ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിപ്പം റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് തന്നിട്ടില്ല. അത് ചിലപ്പം റെസ്പെക്റ്റ് ആയിരിക്കാം, കിട്ടേണ്ട അവകാശമോ സ്ഥാനമോ, ജോലിയിലായാൽ പോലും അങ്ങനെയുള്ള സ്ഥാനമോ ഒന്നും. റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങളോട് ഒട്ടും നീതിപൂർവ്വമല്ലാത്ത രീതിയിൽ അൺഫെയർ ആയിട്ട് നിങ്ങളെ തോൽപ്പിച്ചു. ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറയാനുള്ളത് ഓപ്പണായിട്ട് തുറന്ന് പറയാനാണ് പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞാൽ എന്താകും, അങ്ങനെ കുറേ നിങ്ങൾ ടെൻഷൻസും പേടിയും വച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാനുള്ളത് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കൂ എന്നാണ് പറയുന്നത്. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മുഖത്ത് നോക്കി തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. പിന്നെ നിങ്ങളോട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിങ്ങൾ ഒള്ളി കരഞ്ഞും സങ്കടപ്പെട്ടും ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് ബോൾഡ് ആകാനാണ് പറയുന്നത്. ഇമോഷൻസിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യൂ, ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കൂ. ഇപ്പോൾ നിങ്ങൾ കരഞ്ഞ് തളർന്നിരുന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട ന്യായം നിങ്ങൾക്ക് കിട്ടില്ല. സോ നിങ്ങളോട് ബോൾഡ് ആകാനാണ് പറയുന്നത്. സെൽഫ് ലവിലേക്കൊക്കെ കുറച്ച് നിങ്ങളൊരു രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങളെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ ചിലർക്ക് ജോലി ഫാമിലി അങ്ങനെ ആയിരിക്കാം. അതും അല്ലെങ്കിൽ രണ്ട് മനസ്സായിരിക്കാം. നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു റിലേഷൻഷിപ്പിലായാലും ഒരു ജോലിയിലായാലും എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ വേണ്ടയോ, നടക്കോ, ഇങ്ങനെ പറയണ്ടോ, ഇങ്ങനെ നിങ്ങൾ രണ്ട് മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ദുഃഖവും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് വെച്ച് ആ ഒരു രണ്ട് സിറ്റുവേഷനെയും പിടിച്ച് വെച്ച്
പിടിച്ച് നിൽക്കാതെ നിങ്ങളൊന്ന് സറണ്ടർ ചെയ്യൂ. അതിനെല്ലാം വിട്ടിട്ട് ഒന്ന് ഫ്രീ ആവും. ഒന്ന് സറണ്ടർ ചെയ്യുമ്പോൾ നമുക്കതിനുള്ള ആൻസർ കിട്ടും. നമ്മൾ അതിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കതിനുള്ള ഒരു പ്രോസസ്സിങ്ങും നടക്കില്ല, ഒരു സക്സസ്സും നമുക്ക് വരില്ല, അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും കഴിയില്ല. പക്ഷേ നമ്മൾ അതിനെല്ലാം വിട്ടിട്ട് നടക്കും പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു യൂണിവേഴ്സൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരൻ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ കിട്ടും. സോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ആ 2 സിറ്റുവേഷനും പിടിച്ചു വയ്ക്കാതെ നിങ്ങളോട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യോ അല്ലെങ്കിൽ അതിനെ സറണ്ടർ ചെയ്യൂ എന്നാണ് ഈ പ്രപഞ്ചശക്തി പറയുന്നത്. മാത്രമല്ല ഡെത്തും കാണുന്നുണ്ട്, നിങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ട്. സോ ഈ രണ്ട് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. ഒരു എൻഡിങ്, അതിനൊരു എൻഡിങ് വരും. കാരണം ഡെത്ത് എന്ന് പറയുമ്പോഴേ ഒരു എൻഡും ഒരു റീബർത്തുമാണ്. സോ അത് മാത്രമല്ല നിങ്ങൾക്കുള്ളിൽ കുറേ ട്രാൻസ്ഫർമേഷൻസ്, കുറേ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. നമ്മൾ ഇത്രയും ദിവസം കരഞ്ഞും പിഴിഞ്ഞ് നിങ്ങൾ അത്രയും ടെൻഷനായി ഇരുന്നിട്ട് നിങ്ങൾക്ക് എതിരെ പല തെറ്റുകളും, ഒട്ടും ന്യായമല്ലാത്ത പല തെറ്റുകളും പലരും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു എൻഡിങ് വരുന്നു. നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു മാറ്റം വരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത് തന്നെ. നമ്മുടെ മൈൻഡ് നമ്മൾ അത്രയും ഈ ക്യൂൻ ഓഫ് സോട്ട്സ് എനർജിയിൽ വരണം. നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ബോൾഡായിട്ടും സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അത്രയും ഒരു മറ്റുള്ളവരെ കൂടെ നയിക്കുന്ന രീതിയിൽ എത്തണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത് ഈ ബാക്ക് സ്റ്റാബാണ്. ഈ ബാക്ക് സ്റ്റാബും അൺഫെയറായിട്ട് നമ്മളോട് തന്നെ ചീറ്റിംഗ് എനർജിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അത്രയും ബോൾഡായിട്ട് മാറുന്നതും പലരെയും നമ്മൾ തിരിച്ചറിയുന്നതും. സോ അതൊക്കെ വരുന്നത് നമുക്കുള്ളിൽ ഒരു മാറ്റം വരുത്താനാണ്. ആ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ 2 സിറ്റുവേഷൻസിൽ നിന്ന് പുറത്തു വരാനും ഒരു തീരുമാനം എടുക്കാനും അതിനുള്ള ഒരു ക്ലാരിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന 7 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളിപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിപ്പോൾ മാനസികമായ സംഘർഷം മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വ്യക്തികളും എല്ലാവരും നിങ്ങളെ ഒരു വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ കുറച്ച് പേർക്ക് അവരറിയാതെ തന്നെ പല ഗോസിപ്പുകളും നടക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. സോ അതൊക്കെ നമ്മളെക്കുറിച്ച് അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് അറിയും. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയും മാനസികാവസ്ഥയും അങ്ങനെ കുറേ സംഘർഷങ്ങളിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോവുകയാണ്. എന്നാൽ അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ അതിലെത്തിയിട്ടുണ്ട്, ഇല്ലാത്തവർ ഇനി അതിലെത്തുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ശക്തിയിൽ നിങ്ങൾ എത്തിച്ചേരും. അതുമാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തരുന്നത് റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസാണ്. അവർ നമ്മളെ മനസ്സിലാക്കാതെ, നമ്മൾ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാതെ മറ്റു പലരാണ് എല്ലാം പ്രധാനമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. 5 ഓഫ് വാണ്ട്സ് നിങ്ങൾക്കൊരു വാല്യൂ തരാതെ, നിങ്ങളെ മനസ്സിലാക്കാതെ, സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ മറ്റു പലരുടെ കൂടെ നിന്ന് ചില റിലേഷൻസ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതിനെല്ലാം ഇവിടെ ഒരു ഡെത്തും വന്നു. സോ അതിനെല്ലാം എൻഡിങ് വന്ന് നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹവും കെയറും സന്തോഷവും എല്ലാം നിറഞ്ഞ് ഒത്തൊരുമയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ്. നിങ്ങളിപ്പോൾ അത്രയും വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നു എന്നാണ് കാണുന്നത്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ സക്സസ്, സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ കാർഡാണ്. കുറച്ച് പേരൊക്കെ ഹീലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് ഹീലാവും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഹീൽ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. ഇവിടെ ക്യൂൻ ഓഫ് സോട്ട്സും പറയുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടെ നയിക്കാനും മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന വ്യക്തികളാണ്. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് വരും, സന്തോഷം വരും എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഫുൾ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ, ഇവിടെ പേജ് ഓഫ് സോട്ട്സും പറയുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം നിങ്ങൾ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ ബേസിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്കത് സക്സസ് ആവും എന്നാണ് പറയുന്നത്. അത് മുഖേന നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല, ഇതൊരു ന്യൂ ബിഗിനിങ്സിനെ കൂടെയാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് നമ്മുടെ ലൈഫിൽ ചില ബന്ധങ്ങൾ ടോക്സിക് ആണെങ്കിൽ, അത്രയും ഒരു അൺഫെയർ ആയിട്ട് നിങ്ങളോട് ചീറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ 2 സിറ്റുവേഷൻസിൽ പെട്ട് നിങ്ങൾക്കൊരു വാല്യൂ തരാതെ നിങ്ങളെ ചൂസ് ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് അവർ മാറി അവർക്കൊരു മാറ്റം വന്ന് വരുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. പേജ് ഓഫ് സോട്ട്സ് ഉണ്ട്, ദ ഫൂൽ എന്നൊക്കെ പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ്സ്, ന്യൂ വ്യക്തി, അതിനെയൊക്കെയാണ് കാണിക്കുന്നത്.
പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ കൊടുത്ത കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. നിങ്ങൾ ടൈമും സ്പെൻഡും സ്നേഹവും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടും ഇല്ല. അത് ഓർത്ത് നിങ്ങൾ ഒരുപാട് ദുഃഖത്തിലാണ്. എന്നാൽ അതിലെല്ലാം നിങ്ങൾക്കൊരു ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി കിട്ടും. ഒരു ഹാപ്പി ഫാമിലിയാണ് ഇവിടെ കാണുന്നത്. കുറച്ച് പേർക്കൊക്കെ പുതിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.